ഇന്ന് നേരം വെളുത്തിട്ട് ഇവിടെ നിൽക്കണം ഞാൻ നിങ്ങളടക്കം, ഈ പരിപാടിക്ക് വന്ന ഞാൻ നിങ്ങളടക്കം, നിങ്ങൾ എന്തിനു വന്നതാ? നിങ്ങൾ ആര് വിളിച്ചിട്ട് വന്നതാ? അല്ലേ? ഇപ്പൊ ഞാൻ ഇതിന്ന് ഇന്നെ വിളിച്ചപ്പോൾ ഞാൻ കുറേ ഒയ്യാൻ നോക്കിയിരുന്നു. കാരണം എനിക്ക് ആൾറെഡി ഇന്ന് രണ്ട് പരിപാടി വേറെ ഉണ്ട്, വേറെയും കുറേ ഏർപ്പാടുണ്ട്. ഒരിക്കലും ഇത് എന്നെ കൊണ്ട് കഴിയാത്ത കാര്യമാണ്. അപ്പം എന്നെ ലോക്കാക്കി, 2-3 വേറെ ആൾക്കാരെ വിട്ട് എന്നെ ലോക്കാക്കി. കാരണം നമുക്ക് നോ പറയാൻ പറ്റാത്ത ചില ആൾക്കാർ ഉണ്ടാവുമല്ലോ, ഒരു വന്ന് ചോദിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ലോക്കാക്കിയിട്ട് വന്നതാണ് ഞാൻ ഇവിടെ. നിങ്ങളിവിടെ അനീഫാക്ക് വിളിച്ചിട്ട് വന്ന അനീഫ പറയുമ്പോ എങ്ങനെ വരാതെക്കും എന്ന് വിചാരിച്ച് വന്നവരുണ്ടോ? നിയത്ത് മാറിപ്പോയി സഹോദരങ്ങളെ. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്കൂറ. സൂറത്തു ഇൻസാനിലെ ആയത്താണ്. വെള്ളിയാഴ്ച സുബഹിക്ക് 2ാമത്തെ റക്അത്തിൽ ഓതുന്ന സൂറത്താണ് സൂറത്തുൽ ഇൻസാൻ. സ്ഥിരമായി വെള്ളിയാഴ്ച കേട്ടുകൊണ്ടിരിക്കുന്ന ആയത്താണ്. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്കൂറ. നിശ്ചയമായും അല്ലാഹുവേ, ഞങ്ങൾ ഇവർക്ക് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ഞങ്ങൾ നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ വജ്ഹ് ഓർത്തുകൊണ്ട് മാത്രമാണെന്നാണ്. ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്കൂറ. ഞങ്ങൾ ഒരു പ്രതിഫലവും ഒരു നന്ദി വാക്കും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് വിശ്വാസികൾ പറയാനാണ്. അതിന്റെ തഫ്സീർ ഇങ്ങനെ വായിച്ചു നോക്കണം നിങ്ങൾ. ആ ആയത്തിന് പണ്ഡിതന്മാർ കൊടുത്ത തഫ്സീറുണ്ട് അല്ലേ? നമ്മുടെ നാട്ടിൽ സ്ഥിരമായി സഹായം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പാവപ്പെട്ടവർക്ക് വീടും ആടും കോയും പൈസയും കിറ്റൊക്കെ കൊടുക്കണവരുണ്ട്. അത് കൊടുക്കുമ്പോൾ ചിലന്മാരൊക്കെ പറയും, എന്ത് പറയും? എന്താണ്, പടച്ചോൻ കാക്കട്ടെ കുട്ടിയെ, പടച്ചോൻ എന്നെ കാക്കട്ടോ, അത്ര ഇടങ്ങേറിലാണ്, ഇതുകൊണ്ടൊക്കെയാണ് ജീവിച്ചു പോണെന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും, ഞങ്ങൾക്കൊന്നും വേണ്ടമ്മ, നിങ്ങളെ പ്രാർത്ഥന ഉണ്ടായാൽ മതി, ഞങ്ങളൊന്നും പ്രതീക്ഷിക്കണില്ല എന്ന് പോലും നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതുപോലും ആ നിയ്യത്തിനെ കളങ്കപ്പെടുത്തുന്നതാണ്. കാരണം ഓന്റെ പ്രാർത്ഥന കിട്ടാനല്ല നമ്മൾ കൊടുക്കണത് അല്ലെ? ചില ആൾക്കാർ എന്തെങ്കിലും കൊടുക്കും പറയും, ഒന്നും വേണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. അതുപോലും പറയരുത് എന്നാണ്. കാരണം ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയല്ല നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ അള്ളാഹുവിന്റെ വജ്ഹ് ആലോചിച്ചിട്ടാണ് കൊടുക്കുന്നത്. അത്രയും പ്യുവറാണ് നിയ്യത്ത് എന്ന് പറഞ്ഞ സാധനം. ഇന്നിവിടെ നിങ്ങൾ ഹനീഫാക്കാന്റെ മുമ്പിൽ നാളെ എങ്ങനെ ഹനീഫാന്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വന്നുകണോ? കൂലി പോയി സഹോദരങ്ങളെ അല്ലേ? പെങ്ങളെ കുടിയിരിക്കലുണ്ട്, നാളെ പെരക്ക് അങ്ങനെ ഉണ്ടാക്കി, നാളെ കുടിയിരിക്കലാണ്. അപ്പോൾ ഉമ്മ വിളിച്ചാണ്ട് പറയാണ്, അത് കുറേ കഷ്ടപ്പെട്ട് പെരണ്ടാക്കി അല്ലേ, ജി തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഈ നാളെ കുടിയിരിക്കലാണ്, ജയ് അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടേ കൊടുത്തലാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊരു ഫ്രിഡ്ജും ടിവിയും 2-3 സാധനങ്ങളൊക്കെ അങ്ങോട്ട് സെറ്റാക്കി. നിങ്ങൾ വിചാരിച്ചോ നാളെ പടച്ചോനേക്ക് കൂലി കിട്ടുന്നു? അത് ഉമ്മ പറഞ്ഞിട്ട് കൊടുത്ത്. ആ കൂലി ആർക്കാണ്ടാക്കറിയോ? ഉമ്മാക്ക്. അത് ചെയ്യാൻ പ്രേരിപ്പിച്ചീന്. അത് കൊടുത്ത് ഉമ്മ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കൊടുത്ത്, നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കൊടുത്തല്ല. അതിപ്പോൾ ഉമ്മ പറയുമ്പോൾ ഇപ്പം എങ്ങനെ കൊടുക്കാതൊക്കെ വിചാരിച്ച് ആരെങ്കിലും പെങ്ങൾക്ക് കുടിയിരിക്കലിന് കൊടുത്തണെങ്കിൽ അതിന് കൂലി ഉണ്ടാവില്ല. പ്രേരിപ്പിച്ചമ്മാക്കേ കൂലി ഉണ്ടാവുള്ളൂ. നാളെ പരലോകത്ത് വെച്ച് കർമ്മരേഖ തരുമ്പോഴേ നമ്മൾ അന്തം വിടുന്നതാണ്. നമ്മൾ ചെയ്ത കുറേ എണ്ണയിൽ കാണാണ്ടാവില്ല. എന്തേ? നിയ്യത്ത് ശരിയില്ലാത്തോണ്ട്. അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് കൊടുത്ത ദാനധർമ്മങ്ങളും പുണ്യപ്രവർത്തനങ്ങളും ഇബാദത്തുകളും മാത്രമേ പടച്ചോൻ സ്വീകരിക്കുള്ളൂ. ഓന്റെ മുഖത്ത് നോക്കേണ്ടി വരില്ലേ? ഇവലൊക്കെ എങ്ങനെ കാണുക? ഓനോട് എന്താ പറയാ? ഇമ്മ പറഞ്ഞോണ്ട് അമ്മ പറഞ്ഞോണ്ട് അമ്മോന്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കുക അല്ലേ? പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കുക? നമുക്ക് വേറെയും കുറെ കാര്യം നേടാണ്ട്. അങ്ങനെയൊക്കെ നീക്കുപോക്കുകൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ അള്ളാന്റെ കോടതിയിൽ എന്തെങ്കിലും കൂലി കിട്ടുന്നു നിങ്ങൾ യാതൊന്നും പ്രതീക്ഷിക്കേണ്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ പിന്നെയും പറയണേ, വെറുതല്ല അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത്. എന്ത് കർമ്മങ്ങൾ ചെയ്യാനല്ല കൂടുതൽ സമയം വേണ്ടി വരിക, നിയ്യത്ത് നന്നാക്കാനാണ്. ചെയ്യണ കാര്യങ്ങൾ എത്ര ചെറുതാണെങ്കിലും അതിന്റെ നിയ്യത്ത് പടച്ചോന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചാലേ നാളെ പടച്ചോന്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് സീരിയസ് ആണ്. കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നിയ്യത്ത് നന്നാകണം. രണ്ടാമത്തത് അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ ഉണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യല്ലാത്ത ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടൂല. അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ച നോമ്പാണോ, നിസ്കാരാണോ, ദിക്റാണോ, തസ്ബീഹാണോ, എന്തും സഹോദരങ്ങളെ, എന്ത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യം നബി പഠിപ്പിച്ചിട്ടുണ്ട്. നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് നബി പറയാത്തൊരു നിസ്കാരം, നബി പറയാത്തൊരു നോമ്പ്, നബി പറയാത്തൊരു ദിക്ർ, അങ്ങനെ ഒരു ദിക്ർ ഇല്ല സഹോദരങ്ങളെ. കാരണം അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അറിയുന്നതും അള്ളാഹുവിൽ നിന്ന് വഹയി കിട്ടിയവരുമാണ് പ്രവാചകൻ. ആ പ്രവാചകൻ തൻ്റെ ഉമ്മത്തിന് മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഒന്നും വിട്ടിട്ടില്ല. അതുകൊണ്ട് നബി വിട്ടൊരു സാധനം പിന്നെ നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ പറയണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇവിടെ എന്താണ് നാരിയ സ്വലാത്താണ് ചെല്ലണ്. അള്ളാന്റെ റസൂല് യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ ലേ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി അല്ലാഹു മലക്കുകളും നബിന്റെ മേൽ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്ന ആയത്തിറങ്ങി. അതുകൊണ്ട് സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ,
നബിക്ക് സലാം ചെല്ലാനും സലാത്ത് ചെല്ലാനും വേണ്ടി കൽപ്പന ഉണ്ടായി. സഹാബത്ത് വന്ന് നബിനോട് ചോദിക്കാണ്, നബിയെ താങ്കൾക്ക് സലാം ചെല്ലാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ താങ്കളെ കാണുമ്പോൾ സലാം ചെല്ലലുണ്ട്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇപ്പോഴും നമ്മൾ ചെല്ലുന്നു അല്ലേ, മദീന മുനവ്വറ സന്ദർശിക്കുമ്പം ഇപ്പോഴും ആ ഖബർ സിയാറത്ത് ചെയ്യുമ്പം നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന് സലാം പറയുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത സലാത്താണ് നമ്മൾ നമസ്കാരത്തിൽ ഓതുന്ന സലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹിം. നമ്മൾ നമസ്കാരത്തിൽ ഓതുന്ന അത്തയ്യാത്തിൽ ഓതുന്ന സലാത്ത്, മയ്യത്ത് നമസ്കാരത്തിൽ ഓതുന്ന സലാത്ത്, ഈ സലാത്തിനാണ് ഇബ്രാഹിമി സ്വലാത്ത് എന്ന് പറയാം. ഈ ആയത്തിറങ്ങിയപ്പം സഹാബത്ത് വന്ന് നബിനോട് ചോദിക്കാണ്, എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പം അള്ളാന്റെ റസൂല് വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു കൊടുത്ത സലാത്താണ് ഇബ്രാഹിമി സലാത്ത്. ഇവിടെ ആൾക്കാരെന്താ ചെല്ലുന്നത് അറിയുന്നത്? നാരിയ സലാത്ത്. നാരിയ സലാത്ത്. ഒരു ഉമ്മ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി മാനങ്ങനെ ടേബിൾമ കടത്തി ഇങ്ങനെ ബറക്കുക. പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് മനെ ഓപ്പറേഷന് വരുന്നത്, എൻ്റെ ജീവിതത്തിൽ 10 എണ്ണം ഞാൻ പെരീന്ന് വെച്ചിക്കണ്, ഇതേവരെ ഞാൻ ആസ്പത്രിക്ക് പോയിട്ടില്ല, ഇതിപ്പോ ആദ്യമായിട്ടാണ് ആസ്പത്രി, അതുകൊണ്ടാണ് ഞാൻ പേടിച്ച് ബറക്കണത്. അപ്പം ഞങ്ങൾ യാസീൻ തരാറുണ്ട്. ഈ പഴയ താത്താർക്കുമാർക്കൊക്കെ യാസീൻ ഇട്ട് കൊടുത്താൽ മതി, ഒരു സമാധാനം കിട്ടും. അപ്പം എൻ്റെ മൊബൈലിൽ ഞാൻ യാസീൻ ഇട്ട് കൊടുത്തു. അപ്പോൾ യാസീൻ ഇങ്ങനെ 25 മിനിറ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഓപ്പറേഷൻ 25 മിനിറ്റ് തീർന്നില്ല. അപ്പോൾ മലക്കൂത്ത് കുല്ലി ഷൈഇൻ വഇലൈഹി തുർജഊൻ എന്ന് പറഞ്ഞോട് കൂടി മുഴുവനാക്കാനും കൂടി നിന്നിട്ടില്ല. എൻ്റെ അടുത്ത് നാരിയ സലാത്ത് ഉണ്ടോ ചോദിച്ചു. മനെ എൻ്റെ അടുത്ത് നാരിയ സലാത്ത് ഉണ്ടോന്ന്. അപ്പം അമ്മ ഇത് ഖുർആനല്ലേ, നാരിയ സലാത്തിനേക്കാൾ നല്ലതല്ലേ ഖുർആൻ എന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്താ പറഞ്ഞറിയോ? ഒക്കെ ഒന്നാണ്, ഒക്കെ ഒന്നാ മനെ. അപ്പൊ ഇതാണ് ഇവിടുത്തെ അമ്മമാര് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഖുർആനും നാരിയ സലാത്തൊക്കെ ഒന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നാരിയ സലാത്ത് എന്നുണ്ടായതാണ്, എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത് എന്ന് സഹാബത്ത് ചോദിച്ചപ്പം വഹി ഇറങ്ങി പഠിപ്പിച്ചു കൊടുത്താണ് ഇബ്രാഹിമി സ്വലാത്ത്. എന്നിട്ട് ആ സലാത്ത് ചെല്ലാത്ത നാരിയ സലാത്തോ എന്തോ നാരിയ സലാത്തോ എന്തോ സലാത്താ ചെല്ലണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ, എവിടെയാണ് ദീന്? അള്ളാന്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു കാര്യവും ഇബാദത്തല്ല എന്നാണ്. ഇബാദത്തിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് തോന്നിയമാരി സുബൈന്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചാൻ പറ്റൂല. കാരണം അള്ളാന്റെ റസൂല് 2 നിസ്കരിച്ചിട്ടുള്ളൂ, അങ്ങനെ നീട്ടി നിസ്കരിച്ചാൻ പറ്റൂല. ആയിഷ റളിയല്ലാഹു പറഞ്ഞതറിയോ, അള്ളാന്റെ റസൂല് സുബൈന്റെ മുമ്പ് 2 റക്അത്ത് ഭയങ്കര സ്പീഡിലാണ് നിസ്കരിച്ചിരുന്ന. ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു നബി ഫാത്തിഹ തന്നെ ഓതിയിട്ടില്ലെന്ന്. അപ്പൊ അങ്ങനെ അതിൽ അൽബക്കർ ഓതികാണ്ട് സുബൈന്റെ മുമ്പ് സുന്നത്ത് നിസ്കരിച്ചാൻ പറ്റൂല. എല്ലാത്തിനും പ്രവാചകന്റെ മാതൃകയുണ്ട്. കുറച്ച് സ്പീഡിൽ തന്നെ നിസ്കരിക്കണം സുബൈന്റെ മുമ്പുള്ള സുന്നത്ത്. അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ മാതൃക ഉണ്ട്. തോന്നിയമാര് ഇബാദത്തിന്റെ വിഷയത്തിൽ മാതൃക ഉള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ, മാതൃക അല്ലാത്തത് ചെയ്യാൻ പറ്റൂല. അപ്പോഴേ ദീനാവുള്ളൂ. നാളെ ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് ഹൗദുൽ കൗസർ ഈ ഉമ്മത്ത് വെള്ളം കുടിക്കാൻ വേണ്ടി ചെല്ലും. നബിന്റെ കൈ കൊണ്ട് ഹൗദുൽ കൗസറിൽ വെള്ളം കിട്ടും. അപ്പൊ ചില ആളുകളെ നിങ്ങൾ മാറിപ്പോയി ദൂരെ നിൽക്കൂ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂല് കുറച്ചാളുകളെ ആട്ടുന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നാളെ നബിനെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ നബിന്റെ ഒരു ചിത്രമില്ലാതെ, നബിന്റെ ഒരു രൂപമില്ലാതെ, നബിന്റെ ഒരു വോയിസ് പോലും കേൾക്കാതെ നബിനെ നമ്മൾ സ്നേഹിക്കണ്ടില്ലേ? നബിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ ബാപ്പാനേക്കാൾ, നമ്മളെ ഉമ്മാനേക്കാൾ, നമ്മളെ മക്കളെക്കാൾ, ജീവിതത്തിലെ മറ്റെന്തിനേക്കാളും ഒരു വിശ്വാസി അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട്. നബിനെ കുറ്റം പറയുമ്പം നമ്മളെ മനസ്സ് വിഷമിക്കും. അത് ഈമാനാണ്. നബിനെ ആരെങ്കിലും ചീത്ത പറഞ്ഞാലേ നമ്മളെ മനസ്സടങ്ങാറാവും. എന്താണ്? അത് വിശ്വാസമാണ്, ഈമാനാണ്. ആ നബിനെ നാളെ മഹ്ശറിൽ കാണും. ഹൗദുൽ കൗസറിന് വെള്ളം കിട്ടും നബിന്റെ അടുത്തുനിന്ന്. ആ നേരത്ത് നബി ആട്ടുക, ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ആരെയാണ് ആട്ടുന്നത്? നിങ്ങള് എനിക്ക് ശേഷം, ഞാൻ വഫാത്തായി പോയതിന് ശേഷം എൻ്റെ മതത്തിൽ പുതുതായി കടത്തിക്കൂട്ടിയ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ബിദ്അത്തിന്റെ ആളുകളെ നബി ആട്ടുമെന്നാണ്. വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി ചെയ്തത് തന്നെ എത്ര ഉണ്ട് സഹോദരങ്ങളെ? ഒരാൾക്ക് ഒരായുസിൽ ചെയ്തു തീർക്കാൻ പറ്റിയതിന്റെ അപ്പുറത്താണ് അതൊക്കെ. എന്നിട്ട് എന്തിനാണ് ഇല്ലാത്തത് ചെയ്യണത്? ഇല്ലാത്ത സലാത്ത് എന്തിനാണ് ഓതുന്നത്? നല്ല 1-ാം തരം ഇബ്രാഹിമി സലാത്ത്, 22 കാരറ്റ് ഇബ്രാഹിമി സലാത്ത് പഠിപ്പിച്ച സലാത്ത് ചൊല്ലിക്കൂടെ? ആരോ ഏതോ ചങ്ങായി ഏതോ കാലത്ത് ചെല്ലിയ സലാത്താണ് നാരിയ സലാത്ത്. എന്നിട്ട് അത് ഇത്ര എണ്ണം 4444 അങ്ങനെ കണക്കൊക്കെ ഉണ്ട്. എല്ലാ പ്രശ്നങ്ങളൊക്കെ മാറും. എന്ത് പ്രശ്നം മാറുന്നു? എവിടെ സലാത്ത് ചൊല്ലിയിട്ട് എന്ത് പ്രശ്നം മാറുന്നു? നബി സല്ലല്ലാഹു 4444 വട്ടം സലാത്ത് ചൊല്ലിയാൽ അങ്ങനെ മാറുമെന്ന് നബി എവിടെ പഠിപ്പിച്ചത്? സഹോദരങ്ങളെ, എന്തെങ്കിലും ഒരു ഇബാദത്ത് അള്ളാന്റെ റസൂൽ പഠിപ്പിക്കാത്തത് ചെയ്യാൻ പാടില്ല. അള്ളാന്റെ റസൂലിനോട് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇവിടെ പോയി നോക്കി, മദീന അങ്ങനെയൊക്കെ അവിടെ സെക്യൂരിറ്റി ഉണ്ടായാലും അവിടെ ആ നബിന്റെ ഖബറിന്റെ അടുത്ത് വന്നുകൊണ്ട് അപ്പുറം നിന്ന് നബിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്നെ നരകത്തിൽ നിന്ന് കാക്കണേ നബിയേ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു വിശ്വാസിക്ക് പാടില്ല. അബൂ ത്വാലിബിനെ പോലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നബിക്ക് സാധിച്ചിട്ടില്ല. സ്വന്തം മകളോട് പോലും പറഞ്ഞെന്താണ്? നിന്നെ പോലും മകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ വാപ്പാക്ക് കഴിയില്ല എന്നാ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ നബിനോട് പ്രാർത്ഥിക്കുക?
നബിയോട് പ്രാർത്ഥിക്കൽ ശിർക്കാണ്, പച്ച ശിർക്കാണ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. പാടില്ല, പ്രാർത്ഥിക്കരുത്. പ്രവാചകന്മാർ, മറ്റു മതസ്ഥർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി അല്ലേ? അതുകൊണ്ട് എന്റെ ഖബറുകളെ, എന്റെ ഖബറിനെ നിങ്ങൾ ആരാധിക്കുന്ന ബിംബമാക്കി മാറ്റരുത് എന്ന് പ്രാർത്ഥിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന നിമിഷത്തിൽ വരെ നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് എന്ത്? എന്റെ ഖബറിനെ മറ്റു മതസ്ഥരുടെ ആളുകൾ അവരുടെ പ്രവാചകന്മാരെ ഖബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയതുപോലെ എന്റെ ഖബറിനെ നിങ്ങൾ ആരാധിക്കുന്ന ഒരു ബിംബമാക്കരുത് എന്ന് നബി പ്രാർത്ഥിച്ചു എന്നാണ്. എന്നിട്ട് ആ ഖബറിന്റെ അടുത്ത് പോയിട്ടാണ് നബിയെ ഹിദായത്ത് തരണേ, നബിയെ മക്കളെ കെട്ടിച്ചാണ് 4 പെൺകുട്ടികളുണ്ട്, നബിയെ എന്റെ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിക്കുന്ന പച്ച ശിർക്ക്. പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത ആരോടും പാടില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത് ജീവിതത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. എവിടെ നമ്മൾ എന്ത് ഇബാദത്താണെങ്കിലും എന്ത് സൽക്കർമാണെങ്കിലും ഈ ഇസ്ലാമില് അള്ളാഹു ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി, വിശുദ്ധ ഖുർആനിൽ ചേർത്ത് പറഞ്ഞ 2 സാധനമാണെന്ന്. ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഇത് നല്ല മനസ്സിലാക്കണം. നിങ്ങളെ കർമ്മങ്ങൾ ഇന്നെന്താ പറയുക, ഇന്നിപ്പോ എല്ലാ സാമൂഹ്യ സേവനമൊക്കെ ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതൊരു വൈബാണ് അല്ലേ? ഒരു 10 റുപ്യന്റെ പുസ്തകം കൊടുക്കണേന് 1000 റുപ്യന്റെ പരിപാടിയാണ് നടത്തുക. 1000 റുപ്യന്റെ പരിപാടി നടത്തുക. എന്നിട്ട് അത് എന്താണ്, റീൽസ്, ഫോട്ടോ, ഇത് ഫോട്ടോ എടുക്കും, എന്നിട്ട് റീൽസ് ആക്കും, എന്നിട്ട് അത് പേപ്പറിൽ വരും. ആ പേപ്പറിൽ വരുന്നത് പിന്നെയും ഫോട്ടോ എടുത്തിട്ട് പിന്നെ എന്താക്കും, പിന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ആക്കും. അങ്ങനെ ആൾക്കാർ നല്ല ചാമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിയ്യത്ത് തെറ്റാൻ പാടില്ല. ഇതൊക്കെ എന്താ പറയുക, തുടക്കത്തിലൊക്കെ എല്ലാവരും പറയും ഫോട്ടോ എടുക്കണ്ട അല്ലേ, നമ്മൾ സഹായം കൊടുക്കുമ്പോൾ ഫോട്ടോ എടുക്കണ്ട, അത് ശരിയല്ല എന്ന് പറയും. പിന്നെ എന്താ പറയുക, ഒരു 4 വട്ടം ഫോട്ടോ എടുക്കുമ്പോൾ ആ പറയലാണ് നിൽക്കും. പിന്നെ ഒരു 10 വട്ടം ആകുമ്പോൾ എന്താ പറയുക, ഫോട്ടോ ഒന്നും ഇല്ലെന്നാ ചോദിക്കുക, ഇപ്പോൾ ക്യാമറ ഒന്നും ഇല്ലെന്നാ ചോദിക്കുക. ഇതിപ്പോൾ ആരും ഇല്ലേ ഫോട്ടോ എടുക്കാനൊന്നും, നാളെ പേപ്പറിലൊന്നും ഉണ്ടാവില്ലേ? അങ്ങനെ മനുഷ്യനെ മാറ്റി പിശാചി മാറ്റാണ്. ശൈത്താൻ ഭംഗി ആക്കി കാണിക്കും. കാരണം എന്താ വെച്ചാലോ, ശൈത്താന്റെ ആഗ്രഹം ഇത് ഒരു കൂലിയും കിട്ടി ഇതൊക്കെ പൊളിച്ചു കളയണം എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ചെറിയ സൽക്കർമ്മം ചെയ്യുമ്പോൾ പോലും അതിന്റെ നിയ്യത്ത് തെറ്റാൻ പാടില്ല. ആരെങ്കിലും കാണാനോ കേൾക്കാനോ അറിയാനോ വേണ്ടിയിട്ടല്ല നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിയ്യത്തി മാറിപ്പോണൊരു അവസ്ഥയെ നമ്മൾ ഭയപ്പെടണം. പിന്നെ വിശ്വാസം, നല്ല വിശ്വാസം, തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രമേ കർമ്മങ്ങൾ സ്വീകരിക്കുള്ളൂ അല്ലേ? അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ എന്ന് പറഞ്ഞ ജാഹിലിയത്തിൽ ഒരു അറബിണ്ടായിരുന്നു. അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ അറിയാത്ത മക്കയിലെ ഖുറൈശികളും മക്കയിലെ മുശ്രിക്കുകളും ആരും, അന്ന് മക്കയിലെ ഒരു കുട്ടിക്ക് പോലും അറിയാത്ത വ്യക്തിയല്ല അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ. ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിക്കുന്നുണ്ട്, അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ സ്വർഗ്ഗത്ത് പോകുമെന്ന് ചോദിക്കുന്നുണ്ട് നബിയോട്. കാരണം എന്താ പറയുക, അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ എന്നാണ് അത്രയും വലിയ ധർമ്മിഷ്ഠനായിരുന്നു. അയാളെ കഥ കാണാൻ, ചരിത്രത്തിൽ കാണാൻ പറ്റും. അയാൾ ഒരു ബക്കുട്ടി ചങ്ങായിരുന്നു അല്ലേ? ചില നാട്ടിലൊക്കെ നല്ല വാപ്പാർക്ക് നല്ല തറവാട്ടിൽ നല്ല സാമൂഹ്യ സേവനം, നല്ല പ്രമാണിയായി നിൽക്കുന്ന വാപ്പാർക്ക് ചിലപ്പോൾ കുരുത്തം കെട്ട മക്കളുണ്ടാവും. എന്നിട്ട് തന്നെ പറയിപ്പിച്ചാൽ, എല്ലാവരും പറയും പറയിപ്പിച്ചാൽ ഒരു മകൻ ഉണ്ടായതാണ് അറിയും. എങ്ങനെ നന്നാക്കിയാലും നന്നാവില്ല, എല്ലായിടത്തും പോയി തല്ലും കുത്തും കച്ചറയും വെട്ടലും കൊത്തലും. അവസാനം വാപ്പിയും മൂത്താപ്പിയും കൂടി തീരുമാനിച്ചു ഓനെ ഇവിടുന്ന് നാട് കടത്താണ്. ഓനെ നാട് കടത്താൻ തീരുമാനിച്ച വിവരം ഓനെ അറിയും. അങ്ങനെ നാട് കടത്തി അപമാനിക്കേണ്ട വെച്ചിട്ട് ഓൻ തന്നെ സ്ഥലം വിടും. എവിടെങ്കിലും പോയി കടന്ന് മരിച്ചവൻ അങ്ങനെ തെണ്ടി നടന്ന് അവസാനം 2 മലന്റെ അടിയിൽ ഒരു വിടവിൽ ഒരു ഗ്യാപ്പിൽ എത്തിപ്പെടുന്നതാണ്. അവിടെ ആണ് കയറി നോക്കുമ്പോൾ അവിടെ നിറച്ച് സ്വർണത്തിന്റെ കൂമ്പാരം കാണുന്നതാണ്. ഇത് ചരിത്രമാണ്. അങ്ങനെ മൂപ്പരെന്ത് ചെയ്യോ, അതിന് നല്ല കിട്ടണമൊക്കെ കൂടി എടുത്ത് പോകുന്നു, നാട്ടിലേക്ക് വരും. എന്നിട്ട് വാപ്പാനോട് പറയും, ഞാൻ ചെയ്ത അക്രമത്തിനൊക്കെ ഞാൻ എന്ത് ചെയ്യാറുകൾ, ഞാൻ വെട്ടിയും കൊന്നയും കൊലപ്പെടുത്തിയും പരിക്കേൽപ്പിച്ച ആൾക്കാർക്കൊക്കെ നഷ്ടപരിഹാരമായിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ഓരോ കുടുംബത്തിലൊക്കെ പോയിട്ട് നഷ്ടപരിഹാരമൊക്കെ കൊടുത്തിട്ട് പിന്നെ മൂപ്പര് ഭയങ്കര ധർമ്മിഷ്ഠനായി ജീവിക്കുകയാണ്. ആര് വന്ന് മൂപ്പരോട് ചോദിച്ചാലും കയ്യിൽ നിന്ന് അപ്പെടുത്തു കൊടുക്കും. അപ്പെടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ മൂപ്പര് 2 ദിവസം കഴിഞ്ഞിട്ട് എത്തിച്ചേരാന്ന് പറയും. മൂപ്പര് പഴയ സ്ഥലത്ത് പോയിട്ട് കുറച്ചുകൂടി സ്വർണ്ണം എടുത്ത് വരും, കൊടുക്കും. അങ്ങനെ ഭയങ്കര ധർമ്മിഷ്ഠനായി ജീവിച്ച വ്യക്തിയാണ് അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ. അദ്ദേഹത്തെ പറ്റി ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ സ്വർഗ്ഗത്ത് പോകുന്നത് അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖതീഅതി ഫീ യൗമിദ്ദീൻ എന്ന് ഒരിക്കൽ പോലും അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ പറഞ്ഞിട്ടില്ല എന്നാണ്. അല്ലാഹുവേ, എൻ്റെ പാപങ്ങളെ നീ എനിക്ക് വിചാരണ ദിവസം എൻ്റെ പാപങ്ങളെ പൊറുത്തു തരണമേ എന്ന് അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും പറയാത്തത് കൊണ്ട് അവൻ നരകത്തിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി. അതുകൊണ്ട് കുറേ സാമൂഹ്യ സേവനം നടത്തിയോണ്ടൊന്നും സ്വർഗ്ഗത്ത് പോകുന്നു വിചാരിക്കണ്ട. ആദ്യം വേണ്ടത് വിശ്വാസമാണ്, അഖീദയാണ്, ശരിയായ തൗഹീദാണ്. അതില്ലെങ്കിൽ ഒരു കർമ്മങ്ങളും നാളെ അള്ളാഹു സ്വീകരിക്കൂല. വലിയൊരു ചെമ്പ് ബിരിയാണി ചെയ്യാണ്ട് അതിലൊരു തുള്ളി മണ്ണെണ്ണ ആക്കിയാൽ ആ ബിരിയാണി ആർക്കും പറ്റൂല. അത്രയും മോശമാണ് ആ ബിരിയാണി, മണ്ണെണ്ണ ചോയ്ക്കണ ബിരിയാണി. ഒരാളും തിന്നൂല. സംഭവങ്ങൾ എന്ത് അണ്ടിപ്പരിപ്പിട്ടാലും എന്ത് മുന്തിരിയിട്ടാലും എന്തൊക്കെ അതിലിട്ടാലും സഹോദരങ്ങളെ, മണ്ണെണ്ണന്റെ ചോയുണ്ടോ ആൾക്കാർ തിന്നൂല.
അതേപോലെയാണ് ഷിർക്ക് എന്നത്. എത്ര നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്താലും നമ്മൾ അല്ലാഹു അല്ലാത്തൊരു ശക്തിയിലേക്ക് ബദരീങ്ങളെ കാക്കണേ, മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ, അല്ലെങ്കിൽ ഏതെങ്കിലും ജാറത്തിലോ ഏതെങ്കിലും മക്ബറയിലോ പോയി അവിടുത്തെ കയറോ നൂലോ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും അല്ലാഹു തരാത്തൊരു ഖൈർ വേറെ ആരെങ്കിലും കൊണ്ടുതരുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, എന്നെ ജീവിതത്തിലെ ബാധിച്ച പ്രയാസങ്ങൾ ഈ നൂലുകൊണ്ട്, ആ ജാറത്തിലെ വെള്ളം കൊണ്ട്, അതിന്റെ ബർക്കത്ത് കൊണ്ട് മാറുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അല്ലാഹുവിൽ പങ്കു ചേർത്തിട്ടുണ്ട്. ഏത് ഖൈറും ഷർറും അത് അള്ളാഹുവിന് മാത്രമേ തരാൻ കഴിയുള്ളൂ. അള്ളാഹു തരാത്തൊരു ഖൈർ ഒരു സൃഷ്ടിക്കും കൊണ്ടുതരാൻ കഴിയില്ല. അള്ളാഹു മാറ്റിത്തരാത്തൊരു ഷർറ് ഒരാൾക്കും മാറ്റിത്തരാൻ കഴിയില്ല. അതാണ് തൗഹീദ്. ആ വിശ്വാസം അല്ലെങ്കിൽ സകല കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. നിങ്ങൾ എത്ര കോടിക്കണക്കിന് ധർമ്മം കൊടുത്താലും, നിങ്ങൾ എത്ര മരിക്കോളം സുന്നത്ത് നോമ്പ് നോച്ചാലും, നിങ്ങൾ ഖുർആൻ ഓതി ഖുർആന്റെ മുകളിൽ മൂട് മരിച്ചാലും നിങ്ങളെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കൂല സഹോദരങ്ങളെ. ഇത് സത്യമാണ്, ഹക്കാണ്. അതുകൊണ്ട് അതാണ് തൗഹീദ്. അതുകൊണ്ട് അതിലൊരു കളങ്കം ഉണ്ടാകാൻ പാടില്ല. ആദ്യം വേണ്ടത് വിശ്വാസമാണ്. രണ്ടാമത് ശരിയായ നീയത്തോടു കൂടിയാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത്. മറ്റാരുടെയെങ്കിലും സന്തോഷോ അല്ലെങ്കിൽ തൃപ്തിയോ പൊരുത്തോ ഓൻ എന്തെങ്കിലും വിചാരിക്കുന്നോ, മറ്റാളുടെ മുമ്പിൽ എങ്ങനെ ഇത് പറയായെന്നോ പേടിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്ന് ഒരു പ്രതിഫലം ഉണ്ടാവില്ല. കാരണം അതിൻ്റെ നീയത്ത് തകരാറായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ചെയ്യണ കർമ്മങ്ങളെ നീയത്ത് നന്നാക്കാൻ പരമാവധി ശ്രമിക്കുക.